ഹായ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ 25 പേർക്കുള്ള മട്ടൺ ദം ബിരിയാണിയാണ്. അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. വരും. ഇതിലേക്കുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ 1 കിലോ സവാള എടുത്തിട്ടുണ്ട്, അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു വെച്ചിരിക്കുകയാണ്. 1/4 കിലോ പച്ചമുളക്, 1/4 കിലോ ഇഞ്ചി, 1/4 കിലോ വെളുത്തുള്ളി, ഒരു 100 ഗ്രാം ചെറിയ ഉള്ളി, ഇതെല്ലാം മിക്സിയിലിട്ടൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് ഉള്ളിയും അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഞാനൊന്ന് മൂപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള കറിവേപ്പില, പുതിന, റംബ ഇതെല്ലാം എടുത്തിട്ടുണ്ട്. ഗരം മസാല പൊടിച്ച് വെച്ചിട്ടുണ്ട്, കറി മസാല പൊടിച്ച് വെച്ചിട്ടുണ്ട്, പിന്നെ പെരുംജീരകം, തൊണ്ടൻ മുളക് ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ സവാള ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. സവാള നമ്മൾ സ്ലൈസ് ചെയ്യേണ്ടതാണ്. ഞാനൊന്ന് ചെറുതാക്കിയാണ് കട്ട് ചെയ്യുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഇറച്ചി നല്ല ചെറിയ ആടിൻ്റെ ഇറച്ചി ആയതുകൊണ്ട് ഒരുപാട് വേവ് വേണ്ട. അതുകൊണ്ട് ഞാൻ ഉള്ളിയെ ആദ്യമായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ക്യാരറ്റും ആവശ്യത്തിന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പാൻ എടുത്ത് അതിലേക്ക് നമ്മുടെ എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ ആ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഉള്ളി അതിലേക്കിട്ട് ഒന്ന് നമുക്ക് വഴറ്റി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ ആ ഉള്ളി ഒരു കിലോ ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അതിനെ നമുക്കൊന്ന് ആ എണ്ണയിലൊന്നിട്ട് ഒന്ന് മൂപ്പിച്ച് വഴറ്റിയെടുക്കുമ്പോഴത്തേക്ക് കുറച്ച് വേവാവും. അപ്പോൾ നമുക്ക് ഇറച്ചിയുടെ കൂടെ ഇടുമ്പം ഒരുപാടിട്ട് വേവിക്കേണ്ട കാര്യം വരില്ല. ഇതാണ് ഞാൻ ഒരു 7 കിലോ മട്ടൺ വാങ്ങിച്ചിട്ടുണ്ട്. നല്ല ആട്ടിറച്ചിയായിരുന്നു, നല്ല ആയിരുന്നു. അതിലേക്ക് ഞാൻ തൊണ്ടൻ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തൊണ്ടൻ മുളക് ഇട്ടു. ഇതിലേക്ക് നമ്മളിപ്പോൾ മസാല ചേർക്കുന്നില്ല. ഞാൻ അതിൽ ചേർത്തിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കുറച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് പിന്നെ നമ്മൾ പ്രധാനമായിട്ട് കുറച്ച് ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ശരിയാക്കി വെച്ചിരിക്കുന്ന ആ ഉള്ളി, വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളി ഞാൻ അതിലേക്ക് ഇട്ടു. കുറച്ച് പട്ട പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് ഗ്രാമ്പു കൂടെ ഞാൻ അതിലേക്ക് ഇടുകയാണ്. ഗ്രാമ്പു നല്ല മണത്തിനും ഒരു എരിവിനും വേണ്ടിയാണ്. പിന്നെ മഞ്ഞൾപ്പൊടിയും ഇട്ട് പാകത്തിന് ഉപ്പും ഇട്ടിട്ട് നമുക്കിതിനെ ഒന്ന് അടച്ച് വെച്ച് അതിനൊന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് ഫ്ലെയിം കൊടുക്കരുത്, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്നത് വേവിച്ചെടുക്കാം. അത് ഒരുവിധം വെന്ത് വരുന്ന സമയത്തിനുള്ളിൽ നമുക്ക് അരിയുടെ പരുവം എന്താണെന്ന് നോക്കാം. അരി ഞാൻ എടുത്തിരിക്കുന്നത് 4.5 കിലോ അരിയാണ്. അതിൽ നല്ല അരിയാണ്, നല്ല മണമുള്ള കൈമ അരിയാണ്. ആ അരിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. ഇത് ഇറച്ചി നോക്കൂ, ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ടില്ല. അതിൽ നമ്മൾ നന്നായിട്ടത് ഒരു മണമൊക്കെ വരുന്നുണ്ടെന്ന് വെന്ത് വരുന്നുണ്ട്. ആ ഉള്ളിയും അതുമെല്ലാം കൂടെ ചേർന്ന് മിക്സായിട്ട് അതൊന്ന് വെന്ത് വരുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ഇനി ചേർക്കേണ്ടത് മസാലകളാണ്. അതിൽ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, വെളുത്ത കുരുമുളക്, അത് മറക്കരുത്, വെളുത്ത കുരുമുളക് അതാണ് ഇടണം. വെളുത്ത കുരുമുളക്, ഉപ്പ്, പിന്നെ ഗരം മസാല, അതിലേക്ക് ചേർക്കേണ്ടത് എണ്ണയാണ്. പട്ടയും ഗ്രാമ്പും ഒക്കെ പൊടിച്ചാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ഒന്ന് ഇളക്കിയെടുക്കുകയാണ്. വെള്ളം ഞാൻ ഇതുവരെയും ഒഴിച്ചിട്ടില്ല. വെള്ളം നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അതിലേക്ക് കുറച്ച് നമ്മുടെ പുതിന കൂടെ മണത്തിന് വേണ്ടിയിട്ടാണ്. അറിയാം, എല്ലാവരും ബിരിയാണി വെക്കുന്നവർക്കൊക്കെ അറിയാം. അതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ കുറച്ച് നമ്മൾ മൂപ്പിച്ച് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പ്, കിസ്മിസും എല്ലാം ശകലം ഇട്ട് കൊടുക്കണം. ഇനി അടുത്ത് നമുക്ക് അരിയുടെ ഇതിലേക്ക് പോകാം. അരിയിലേക്ക് വരുമ്പോൾ വെളുത്തുള്ളി, ഇഞ്ചി, പട്ട, ഗ്രാമ്പ്, പുതിന, തൊണ്ടൻമുളക് ഇത്രയും അതിലേക്ക് ഇട്ട് കൊടുത്തു. അതിലേക്ക് നമ്മൾ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന 1/2 കിലോ ഡാൽഡ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടെ നമ്മളതിൽ ഒഴിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് എസൻസ് ഞാൻ ചേർത്തിട്ടുണ്ട്. വളരെ കുറച്ച് ചേർത്തുള്ളൂ, ചെറിയൊരു മണത്തിന് വേണ്ടിയിട്ട്. എസൻസും നമ്മുടെ കളർ ചേർത്തിട്ടില്ല, എസൻസ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. പൈനാപ്പിൾ എസൻസാണ് ചേർത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന 4.5 കിലോ അരി കുറേശ്ശെ ഇട്ട് കൊടുത്തു. പിന്നെ അതിന് ശേഷം അതിലേക്ക് ക്യാരറ്റും നമ്മുടെ ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പൈനാപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തു. അത് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അത് വേവുന്നതനുസരിച്ച് ഇളക്കിക്കൊണ്ട് നോക്കൂ. നമ്മുടെ മട്ടൺ നല്ല സെറ്റായിട്ടുണ്ട്.
അതിലേക്ക് ഞാൻ ശകലം വെള്ളം ഒഴിച്ചിരുന്നു മട്ടൺ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അത് ആ മസാലയും എല്ലാമായിട്ട് പിടിച്ചു. ഇനി ഞാൻ ചെയ്യുന്നത് ദം ചെയ്യുകയാണ്. അതിന് ദം ചെയ്യുമ്പോഴത്തേക്ക് കുറേശ്ശെ അരി അതിൻ്റെ മുകളിലേക്ക് വിതറിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും പൈനാപ്പിളും കുറച്ചിട്ട് കൊടുക്കുക. കിസ്മിസ് അണ്ടിപ്പരിപ്പ് കുറച്ചിട്ട് കൊടുക്കുക. നമ്മുടെ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന സവാള കുറച്ചിട്ട് കൊടുക്കുക. വീണ്ടും അതേപോലെ തന്നെ അടുത്ത ലെയർ അരി നമ്മൾ വീണ്ടും അതേപോലെ തന്നെ തട്ടിയതിന് ശേഷം 3-4 ലെയറായിട്ടാണ് നമ്മൾ തട്ടിയിരിക്കുന്നത്. ഏകദേശം ഏറ്റവും അവസാനം ഈ ഇട്ടിരിക്കുന്ന ഞാൻ 3 ലെയർ അരി ഇട്ടിട്ടുണ്ട്. ഇട്ടിരിക്കുന്ന ഇതെല്ലാം അതിൻ്റെ മുകളിലേക്ക് നല്ല രീതിയിലൊന്ന് ഡെക്കറേഷൻ പോലെ ചെയ്ത് എല്ലാം ചെയ്തതിന് ശേഷം ദമ്മിലേക്ക് വേണ്ടിയിട്ട് പൊതുവേ കനലൊക്കെ മുകളിലിട്ടാണ് ദം ചെയ്യുന്നത്. ഞാൻ അങ്ങനെ ചെയ്തില്ല. ഞാൻ അതിനെ നന്നായിട്ട് ഇറുക്കി അടച്ചതിന് ശേഷം കല്ല് വെച്ചു. അതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളം കൂടെ പിടിച്ച് വെച്ചപ്പോഴത്തേക്ക് നല്ല ബലത്തിലിരുന്നു. നോക്കൂ, നല്ല രീതിയിൽ ദം പൊട്ടിച്ച് എടുത്തതാണ്. എന്നെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഞാനത് നല്ല രീതിയിൽ ചെയ്തു എന്നാണ് വിശ്വാസം. കഴിച്ചവരൊക്കെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഒരു 25 പേർക്കുള്ള മട്ടൺ ബിരിയാണി വെച്ചതും. എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു.